നല്ല ടേസ്റ്റുള്ളൊരു മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1/2 കിലോ കൊഞ്ച് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് മഞ്ഞളും ഉപ്പൊക്കെ പുരട്ടി വയ്ക്കുക. ഇനി നമുക്ക് ഒരു മൺചട്ടി എടുക്കാം. അതിലോട്ട് പുളി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളി തിളപ്പിച്ച വെള്ളമാണ് എടുക്കേണ്ടത്. ഇതിലോട്ട് നമ്മുടെ ക്ലീൻ ആക്കി വെച്ച കൊഞ്ചിനെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, 4 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, 4 കൊച്ചുള്ളി ചെറുതായി മുറിച്ച്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിത് കൊഞ്ച് തീയലാണ് വെക്കുന്നത്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 തക്കാളി എടുക്കാം. 1 സവോള മുറിച്ചതെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ കുറച്ച് പെരിഞ്ചീരകം, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തോടുള്ള മത്സ്യങ്ങളായ കൊഞ്ച്, ഞണ്ട്, കക്കായിറച്ചിയൊക്കെ കൊടുക്കുന്നത് അവരുടെ കൈകാലുകളുടെ ബലം വർദ്ധിപ്പിക്കാനും കൈകാല് വേദനയൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. നമുക്കിതിലോട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു മീഡിയം ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇത് തണുക്കുമ്പോൾ അരച്ചെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നമ്മൾ അരച്ചെടുത്തു. ഇനി നമുക്ക് ഈ വെന്ത കൊഞ്ചിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.